എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മാനവികത എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. ഒരു വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം പണിയുകയാണ്. മറ്റൊരു വ്യക്തി ലോകത്തിലെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ സ്വന്തമാക്കുകയാണ്. എന്നാൽ ഒരാൾ വഴിയിൽ റോഡരികിൽ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ആ രണ്ട് വ്യക്തികളും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇവരെ മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയുമോ? അവർക്ക് മനുഷ്യൻ്റെ രൂപമുണ്ടായിട്ടോ അതുപോലെ തന്നെ മനുഷ്യൻ്റെ പേര് ഉണ്ടായിട്ടോ കാര്യമില്ല. മറ്റുള്ളവരുടെ വിഷമം നമ്മുടെ വിഷമമായി തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സാണ് മാനവികത എന്നത്. ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അതിലർത്ഥം എന്ന് പറയുന്നത് അവന് മാനവികത ഉണ്ടാവണം എന്നതാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്ക് ഇവിടെ വളരെയധികം പ്രശസ്തമാകുന്നു. ഒരു മനുഷ്യൻ്റെ മഹത്വം അളക്കുന്നത് അവൻ എത്ര നേടി എന്നുള്ളതിനല്ല, അവൻ എത്ര നൽകി എന്നുള്ളതിലാണ്. അത് വളരെയധികം പ്രശസ്തമായി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പണം സമ്പാദിക്കാനും ഒക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം എന്നത്. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനോ ഇപ്പോൾ ആരും നിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ മോശമായൊരു കാര്യം എന്നത്. എന്നാൽ നമ്മുടെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മാനവികത തന്നെയാണ്. ഇല്ല എങ്കിൽ നമ്മൾ മനുഷ്യരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, എല്ലാത്തിനും വന്നതോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങൾക്കും വികസനമുണ്ടെങ്കിലും മാനവികതയുടെ കാര്യത്തിനും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹത്തിൻ്റെ കാര്യത്തിനും ഒരു വികസനവും ഉണ്ടാവുകയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് പല ഇടങ്ങളിലും ഉപകാരപ്രദമാകും. എന്നാൽ അവർക്ക് ഒരാളെ സഹായിക്കാനോ അതുപോലെ തന്നെ ഒരാളെ സഹായിച്ച് അവർക്ക് സന്തോഷം നേടാനോ കഴിയില്ല. അതുതന്നെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം എന്നത്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ സഹായം ലഭിക്കുന്ന ആളെക്കാട്ടിലും നമുക്കായിരിക്കും അതിൽ കൂടുതൽ സന്തോഷം ലഭിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു കുട്ടി പാഠപുസ്തകം കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മുടെ പാഠപുസ്തകം രണ്ടുപേർക്കും കാണാനുള്ള രീതിയിൽ അവർക്ക് വെച്ച് സഹായം ചെയ്തു കൊടുക്കാം. അത് വലിയൊരു കാര്യമല്ല എങ്കിലും അവനതൊരു വലിയൊരു കാര്യമായിരിക്കും. പിന്നെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഒരു കുട്ടി പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ അവനെ പരിഹസിക്കാതെ അവനോട് നല്ല രീതിയിൽ സംസാരിക്കുക. നിനക്ക് അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കാൻ കഴിയുമെന്നും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുമെന്നും ഇങ്ങനെയൊക്കെ അവനെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അവനെ കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ സഹായം അവന് വളരെയധികം വലിയ മാറ്റമായിരിക്കും വരുത്തുക. പിന്നെ നമുക്ക് വീട്ടിലും അത് ചെയ്യാവുന്നത് തന്നെയാണ്. മാതാപിതാക്കൾ ക്ഷീണിച്ച് വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് എടുത്തു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വൃദ്ധരായ ആൾക്കാർ റോഡരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അവർക്ക് അപ്പുറത്തെ സൈഡിൽ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ അവരെ നമുക്ക് സഹായിക്കാം. ഇങ്ങനെ നമുക്ക് കുട്ടികൾക്കും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മൾ ഈ കാര്യങ്ങളും ചെയ്ത് മുൻപോട്ട് തന്നെ പോകണം. നമ്മളൊരു കാര്യം ഓർക്കണം, മഹാത്മാഗാന്ധിയുടെ വാക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും നേടുന്നതിലല്ല ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.